നമസ്കാരം. വിദ്യാഭ്യാസ മേഖല, അതായത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല നമ്പർ 1 ആണെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും അതല്ല എന്നത് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ടി ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാസ്മേലേക്ക് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിന് പിന്നെ എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ കണ്ടോ? കണ്ടല്ലോ, ഒരു വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൊലവിളി നടത്തുന്നതിന്റെ ദൃശ്യമാണ്. ഈ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഡപ്പാങ്കുത്ത് പരിപാടി നമ്മൾ UDF സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. നിയമസഭ മൊത്തത്തിൽ അടിച്ചു തകർത്ത ശിവൻകുട്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ ഇവർക്ക് എല്ലാവർക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന SFI എന്ന നരാധമന്മാരായ കുറെ ഗുണ്ടകളുമുണ്ട്. അധ്യാപകരുടെ കസേര നടുറോഡിലിട്ട് മണ്ണെണ്ണയും പെട്രോളും കുറിച്ച് കത്തിക്കാനും, അധ്യാപകരുടെ വണ്ടി അടിച്ചു തകർക്കാനും, ടയർ കുത്തിപ്പൊട്ടിക്കാനും, അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്താനും മടിക്കാത്ത നരാധമന്മാരായ SFI ഉള്ളിടത്തോളം കാലം സ്കൂൾ വിദ്യാർത്ഥികൾ ഇവരെ കണ്ടു തന്നെ പഠിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. SFIയെ കൂച്ചുവിലങ്ങിട്ട് ചങ്ങലയിട്ട് പൂട്ടിയിടേണ്ട സമയം അതിക്രമിച്ചു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100-ൽ 95% അധ്യാപകർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. സർക്കാർ സ്കൂളുകളിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പക്ഷേ സ്വകാര്യ സ്കൂളുകളിൽ 500 രൂപയുടെ കനത്തിലുള്ള നോട്ട് കെട്ടുകൾ മാനേജ്മെന്റിന്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഏത് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവനും സ്കൂളിൽ ടീച്ചറായിട്ട് ആ സ്പോട്ടിൽ തന്നെ ജോലി കിട്ടും. അതാണ് യാഥാർത്ഥ്യം. 10ാം ക്ലാസ്സിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നേരെവണ്ണം മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അധ്യാപകർക്ക് പോലും മലയാളം സംസാരിക്കാൻ അറിയില്ല. അധ്യാപകർക്ക് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്നല്ല താല്പര്യം. പ്രൈവറ്റ് ട്യൂട്ടോറിയൽ സെന്ററുകളിൽ പോയി ചെന്ന് പഠിപ്പിച്ച് വലിയ രീതിയിൽ പണം ഉണ്ടാക്കുക, അതാണ് അധ്യാപകരുടെ ഇപ്പോഴത്തെ താല്പര്യം. സ്കൂളിൽ കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചു വച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി +1 വിദ്യാർത്ഥി. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം അരങ്ങേറിയത്. വെള്ളിയാഴ്ചയായിരുന്നു അധ്യാപകർക്ക് നേരെയുള്ള വിദ്യാർത്ഥിയുടെ ഭീഷണി. സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന കർശനമായ നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകിയിരുന്നു. പക്ഷെ ഇപ്പോഴും മിക്ക സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ഒളിച്ചും പാത്തുമൊക്കെ മൊബൈൽ ഫോണുകൾ സ്കൂളിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു നിർദ്ദേശം ലംഘിച്ചതിനാണ് +1 വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്നത്. ക്ലാസ്സിൽ അധ്യാപകൻ മൊബൈൽ പിടിച്ചെടുക്കുകയും അത് പ്രധാന അധ്യാപകനെ കൈമാറുകയും ചെയ്തു. മൊബൈൽ ഫോൺ വേണമെന്ന ആവശ്യമായ വിദ്യാർത്ഥി പ്രധാന അധ്യാപകന്റെ മുറിയിലേക്ക് എത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഫോൺ തന്നില്ലെങ്കിൽ പുറത്തിറങ്ങി തീർത്ത് കളയുമെന്ന, അതായത് കൊന്നുകളയുമെന്ന ഒരു കൊലവിളി 16-കാരൻ നടത്തുകയും ചെയ്തു. സംഭവത്തിൽ അധ്യാപകനും PTAയും തൃത്താത്തല പോലീസിന് പരാതി നൽകി. കുട്ടിയെ, ഈ വീഡിയോ വൈറലായതിനു ശേഷം ഈ കുട്ടിയെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ സ്കൂളിലെത്തി പ്രധാന അധ്യാപകനുമായും അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകനുമായും ഒരു ചർച്ച നടത്തിയതിനു ശേഷം മറ്റ് തുടർ നടപടി, അതായത് കർശന നടപടിയിലേക്ക്, കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. സ്വകാര്യ സ്കൂളിൽ ഒരു അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം പ്രൈവറ്റ് സ്കൂളുകളിൽ അധ്യാപകർക്ക് വേണ്ടത്ര യോഗ്യത ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്ന കാര്യമാണ്. വിജിലൻസ് ഒക്കെ ഈയിടെ അന്വേഷിച്ചപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോയി ട്യൂഷൻ എടുക്കുന്നു. സ്കൂൾ അധ്യാപകർ തന്നെ പോയി ട്യൂഷൻ എടുക്കുന്നു. സ്കൂൾ അധ്യാപകർ പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരായിരുന്നാലും സർക്കാർ സ്കൂൾ അധ്യാപകരായിരുന്നാലും രാവിലെ അവർ സ്കൂളിൽ വന്ന് പഠിപ്പിച്ചതിന് ശേഷം വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ട്യൂഷൻ സെന്ററുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്കൂളിൽ അവർ നേടിയെടുക്കുന്ന 1-ാം തീയതി കിട്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെ കാട്ടി അധിക ശമ്പളം സ്വകാര്യ ട്യൂഷൻ വഴി കിട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ പിടിച്ച് സർക്കാർ തന്നെ ഇതിനെ തടയിടേണ്ട സമയം അതിക്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം.